എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു വണ്ടിയായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക പക്ക ഒരു സ്റ്റോക്ക് കണ്ടീഷനിലാണ് റീസ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. നോർമലി നമ്മൾ ചെയ്തതൊക്കെ തന്നെ പല പല കളേഴ്സ് അല്ലെങ്കിൽ പല എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുവാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത ഫുൾ ഒരു സ്റ്റോക്കായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ നമുക്ക് എങ്ങനെയാണോ കാണാൻ സാധിക്കുക അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ഏത് വർഷത്തെ വണ്ടിയാണ്? ഇത് 95 മോഡലാണ്, 1995 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഇത് നമ്മൾ ഫുള്ള് റീസ്റ്റോർ ചെയ്ത വണ്ടിയാണ്. വണ്ടി ടെസ്റ്റ് ആയി ടോട്ടലി ഫുള്ള് ഡിസ്മാൻഡിൽ ചെയ്ത് പെയിന്റിങ്, ലൈറ്റിങ്, ബഫിങ് എല്ലാം. എഞ്ചിൻ വർക്ക് ഇല്ല, ബാക്കിയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പെയർ പാർട്സ് എന്തൊക്കെയാണ് മാറ്റിയിട്ടുള്ളത്? സ്പെയർ പാർട്സ് ഇതിൽ മെയിനായിട്ട് 2 ഷോക്ക് കംപ്ലൈന്റ് ആയിരുന്നു ബാക്കിലത്തെ. പിന്നെ ബാക്കി നോർമലി നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, അതായത് ഇപ്പോൾ പെട്രോൾ സ്റ്റൈനർ, പിന്നെ ബ്രേക്ക് ഷൂ 2 ഫോർക്ക് ഓയിൽ, ടോട്ടൽ സെറ്റ്, സ്വിച്ചസ്, കേബിൾസ്, ഇൻഡിക്കേറ്റേഴ്സ്, ഫുഡ് ടെസ്റ്റ്, റബ്ബർ കാര്യങ്ങൾ, ഫോർക്ക് ഓയിൽ, അങ്ങനെ നോർമലുള്ള സാധനങ്ങൾ. അല്ലാതെ അഡീഷണൽ എക്സ്ട്രാ അല്ലാതെ മാറിയത് 2 ഷോക്ക് അബ്സോർബർ ആയിരുന്നു മാത്രമേ മാറിയിട്ടുള്ളൂ. പക്ഷേ ഇതിൽ സ്റ്റോക്ക് കണ്ടീഷൻ ആണെങ്കിലും എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട്, അല്ല ഡ്രോബാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ക്രാഷ് ഗാർഡ് അതാണ് വേറെ നമ്മുടെ ആ നോർമലായിരുന്നു. കുറച്ചുകൂടെ വണ്ടി എടുപ്പ് കിട്ടിയാണ്. അതെ, പ്രത്യേകിച്ച് ആ ഒരു സ്റ്റീൽ കളറായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല രസമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പെയർ പാർട്സിന് ഇപ്പോൾ എത്ര രൂപ ആയിട്ടുണ്ട്? ഈ സീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു? സീറ്റ് അപ്പോൾസിന് വർക്ക് ചെയ്തതാണ്. ഓക്കെ ഓക്കെ. ഇത് എവിടെയാണ് ചെയ്തത്? ഇത് ഇതിന്റെ കസ്റ്റമർ നെയ്യാറ്റിൻകരത്തെ വണ്ടിയാണ്. പുള്ളി ഒന്ന് കൊണ്ട് ഇതിൽ എഴുതിയിരിക്കുന്നത് JSR പടന്താലമൂട്. ഓക്കെ, അവിടെയാണ് ഈ സീറ്റ് ചെയ്തേക്കുന്നത്. കസ്റ്റമർ തന്നെ കൊണ്ടുപോയിട്ട് ചെയ്തോണ്ടോ. ഓക്കെ, അപ്പോൾ ഒരു സ്പെയർ പാർട്സിന് ഇപ്പോൾ എല്ലാം കൂടി എത്ര ആയിട്ടുണ്ട്? ഇതിന് 11,800 രൂപ സ്പെയർ പാർട്സ് ആയി.